LBS നഴ്സിംഗിന് ആപ്ലിക്കേഷൻ കൊടുത്ത കുട്ടികളുടെ കറക്ഷൻ ടൈമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളെല്ലാം കൊടുത്ത് കറക്റ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്ന് 5/7/2025 വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം റീ അപ്ലോഡ് ചെയ്ത് കറക്ഷൻസ് എല്ലാം കറക്റ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി ആരെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഇനി പല കുട്ടികളും ചോദിച്ച കുറച്ച് ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്യാം. ഒന്നാമതായിട്ട് ഒട്ടുമിക്ക കുട്ടികൾക്കും ആപ്ലിക്കേഷൻസ് റിജക്റ്റഡ് പ്രൊഫഷണലി എന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് താഴെയായിട്ട് എന്താണ് റിജക്റ്റ് ചെയ്യാനുള്ള കാരണമെന്ന് റിമാർക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റിമാർക്സ് കൊടുത്തിട്ടുള്ള കുട്ടികൾ അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം റീ അപ്ലോഡ് ചെയ്തു, എന്നിട്ടും റിമാർക്സ് അതുപോലെ തന്നെ കാണിക്കുന്നു എന്ന് പലരും പറഞ്ഞിരുന്നു. ഇതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ റിമാർക്സ് ക്ലിയർ ചെയ്യാനായി ഡോക്യുമെൻറ്റ്സ് മറ്റും അപ്ലോഡ് ചെയ്ത കുട്ടികളുടെ ആപ്ലിക്കേഷൻസ് LBS മാനുവലി വെരിഫൈ ചെയ്യുന്നതാണ്. ആ പ്രോസസ്സിന് ശേഷമാണ് നിങ്ങളുടെ റിമാർക്സ് ക്ലിയർ ആകത്തുള്ളൂ. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ റിമാർക്സ് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻസിൽ സെക്കൻഡ് ലാംഗ്വേജ് സ്കോർ കാണിക്കുന്നില്ല എന്ന് പലരും പറഞ്ഞിരുന്നു. അപ്പോൾ അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അങ്ങനെ കാണിച്ചില്ലെങ്കിൽ പോലും ടോട്ടൽ സ്കോർ ശരിയാണോ എന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യുക. അതാണ് നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം. ഇനി ഇൻഡെക്സ് മാർക്ക് വരുന്നത് ഇപ്പോഴല്ല. ഇപ്പോൾ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്കോർ മാത്രമായിരിക്കും കാണിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്താണ് ഇൻഡെക്സ് മാർക്ക് കാണിക്കുന്നത്. ഇൻഡെക്സ് മാർക്കും റാങ്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കറക്ഷൻ ടൈമിന് ശേഷമാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. 2 റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും, പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും മെയിൻ റാങ്ക് ലിസ്റ്റും. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്കുണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഓപ്ഷൻസ് കൊടുക്കാനുള്ള അവസരം ലഭിക്കുക. അപ്പോൾ എങ്ങനെ ഓപ്ഷൻസ് കൊടുക്കണം എന്നതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കുക. താങ്ക്